മിഥുനം രാശിക്കാർക്ക് ശനി ഭഗവാന്റെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് 29/3 ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ ഒരു ശനിയുടെ മാറ്റം മിഥുനം രാശിക്കാർക്ക് എന്തു ഫലം പ്രദാനം ചെയ്യുമെന്നാണ്. കണ്ടക ശനി തന്നെയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നിരുന്നാൽ തന്നെയും മിഥുനം രാശിക്കാർക്ക് വളരെ അധികം നല്ല ഫലങ്ങളായിരിക്കും അടുത്ത 2.5 വർഷക്കാലത്തേക്ക് ഉണ്ടാകുക എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെന്നാൽ മിഥുനം രാശിയുടെ 10ാം ഭാവമായ തൊഴിൽ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു സഞ്ചാരം. അപ്പോൾ ഈ പറയുന്ന ഈ കാലഘട്ടം അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളൊക്കെ തന്നെ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം വളരെ അധികം അധ്വാന ഭാരം കൂടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു 7 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 മണിക്കൂർ കൂടിയൊക്കെ അധികമായി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കും. അപ്പോൾ അവസാനത്തെ ആ ഒരു മണിക്കൂറിൻ്റെ കണക്കായിരിക്കും ഭഗവാന്റെ കണ്ണിൽ പെടുക എന്നുള്ളതാണ്. നേരത്തെ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്തിലുള്ള അധ്വാനത്തിൻ്റെതായ ഫലമായിരിക്കും അദ്ദേഹം കണക്കിലെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ശനി ഭഗവാൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടക ശനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ടു പോയിരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല. തീർച്ചയായിട്ടും വളരെ അനുകൂലമായ ഒരു കാലം തന്നെയാണ്. അപ്പോൾ അനുകൂലമായ കാലം എന്ന് പറയുമ്പോൾ നമ്മളതിനെ അനുകൂലമാക്കി എടുക്കേണ്ട കാലമെന്ന് വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ ശനി എന്ന് പറഞ്ഞു കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ. മിഥുനം രാശിക്ക് ശനി ഭഗവാനൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് മിഥുനം രാശിക്കാർക്കൊക്കെ പ്രദാനം ചെയ്യുക എന്നുള്ളത്. നമ്മളുടേതായ ആ ഒരു കർമ്മഫലം അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായ ബന്ധങ്ങളിലൊക്കെയുള്ള ആ ഒരു വിശ്വാസം, അർപ്പിതമായ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് നമുക്ക് നൽകുന്നത് കൊണ്ട് തന്നെ നമ്മുടേതായ അധ്വാനത്തിന് നമുക്ക് വിലയില്ലാതെ പോകുന്നു എന്നൊരു സാഹചര്യമാണ് അവിടെ വരുന്നത്. അതായത് മിഥുനം രാശിക്കാർക്ക് വരുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശനി ഭഗവാന്റെ ആ ഒരു കാലഘട്ടത്തിലും നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നടക്കുക. സമ്പത്ത്, ഐശ്വര്യമൊക്കെ അദ്ദേഹം നൽകുന്ന ഒരു കാലം. പക്ഷേ ഈ വന്ന വ്യക്തിക്ക്, അതായത് മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രക്കാർക്ക് അവരുടേതായ എഫർട്ട് കൊടുത്ത് സമ്പാദിക്കുന്നതൊക്കെ കുടുംബപരമായ രീതിയിലോ മറ്റെന്തെങ്കിലും വഴിക്കോ ആ പണമൊക്കെ ചിലവായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. സ്വന്തമായ രീതിയിൽ 1 രൂപ പോലും എടുത്ത് ചിലവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും. അത് നമ്മുടേതായ അറിവുകേട് കൊണ്ടല്ല, വിശ്വാസപൂർവമായ ആ ഒരു ചിന്തകൾ തന്നെയാണ് അങ്ങനെ പ്രാപ്തമാക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ ശനി ഭഗവാന്റേതായ ആ ഒരു സമയമൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നോ ഫലമെന്ന്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയായിരിക്കും. കാരണം സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് മറ്റു വഴിക്ക് പോയി എന്നുള്ളത് തന്നെയാണ് സത്യമായ ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തെ പരമാവധി എഫർട്ട് കൊടുത്ത് തന്നെ നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചുവരവ് നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഈ രാശിക്കാരുടേതായ നക്ഷത്രത്തിൻ്റെ ഒരു മനോഭാവം എപ്പോഴും നല്ല പൂർണ്ണമായ ശക്തിയുള്ള മനസ്സ് തന്നെയാണ്. കാരണം വീണ്ടും നേടാനാവും, എൻ്റെ പരിശ്രമങ്ങൾ വിജയിക്കും എന്ന ചിന്താഗതി ഉള്ളവർ തന്നെയാണ് നിങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൽകുന്ന അധ്വാനത്തിൻ്റെതായ ഫലം നിങ്ങൾ തന്നെ സ്വരൂപിച്ചു കൂട്ടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തീർത്തെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ഒരു തൊഴിലല്ല, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് 2 ജോലിയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഒരു തൊഴിലിനൊപ്പം തന്നെ മറ്റൊരു തൊഴിൽ കൂടി നിങ്ങൾ കണ്ടെത്തും എന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ നല്ല വിധത്തിലുള്ള ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം. മറ്റൊരു സുഹൃത്തിൻ്റെ സഹായം നിങ്ങൾക്ക് എത്തിപ്പെടുമെന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലേതായ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് പറയേണ്ടത്. അത് ഏതെങ്കിലും വഴിക്ക് ഒരു സുഹൃത്ത് മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു ഫലം ലഭിക്കുന്ന ഒരു തൊഴിൽ എത്തിപ്പെടും എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചിരുന്ന, തൊഴിൽ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന, ഈ ഡ്രൈവിംഗ് സംബന്ധപ്പെട്ട ജോലിക്കൊക്കെ വിദേശത്തൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിരുന്നവരോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നവരോ ഒക്കെ ഈ മകയിര നക്ഷത്രത്തിലൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ തന്നെ ഒരു അനുകൂലമായ ഒരു ഭാവവും അല്ലെങ്കിൽ ഒരു നല്ല കാലം കൂടിയൊക്കെ തന്നെയായിരിക്കും ഈ വരുന്ന സമയമെന്ന് പറയുന്നത്. ചിലരുടെ ജോലി നഷ്ടങ്ങൾ ചിലർക്ക് നേട്ടങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് നഷ്ടപ്പെടുന്ന ജോലികൾ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരുമെന്നാണ്. പ്രൊമോഷൻ സംബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാനുള്ള ഒരു സമയവും അല്ലെങ്കിൽ അത് അനുകൂലമായി വരുന്ന സമയം, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ പ്രൊമോഷൻ്റേതായ പേപ്പർ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും
ഇനി വരുന്ന ഈ 29-ാം തീയതിക്ക് ശേഷം വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല ഫലം തന്നെയാണ്. അതുപോലെ വിവാഹമൊക്കെ താമസിച്ചിരുന്നവർക്കൊക്കെയും വിവാഹമൊക്കെ വരുന്നത്, ചിലർക്ക് പെട്ടെന്ന് തന്നെ ഈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ വിവാഹമൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ നേരത്തെ വന്ന് മുടങ്ങിപ്പോയ കല്യാണം തിരികെ വന്ന് വീണ്ടും ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും അവിടെ വരും. അതുപോലെ തന്നെ ഈ പ്രേമ ബന്ധങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ചിലർക്കൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്കൊക്കെ അനുകൂലമായ ഒരു ഭാവമായി കുടുംബപരമായി രണ്ടുപേരും, അതായത് രണ്ട് കുടുംബങ്ങളും ചേർന്ന് ഒരുമിച്ച് തന്നെ ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയും വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവർക്കുമില്ല, ലഗ്നത്തിൻ്റേതായ ഒരു രീതി വെച്ചിട്ട് ചില മാറ്റങ്ങളും വരാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് വഴികളൊന്നും തന്നെ 12 ലഗ്നക്കാർക്കും അടയുന്നില്ല. എല്ലാവർക്കും അതിൻ്റേതായ ഒരല്പം കഷ്ടപ്പാട് നൽകിയാൽ പോലും ഭഗവാൻ ഈ ഒരു സമയം മിഥുനം രാശിക്കാരെ അനുഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ കോടതി സംബന്ധപ്പെട്ട കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മെയ് മാസത്തോടു കൂടിയൊക്കെ തന്നെ അതിനൊരു തീർപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. കാരണം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ ആ ഒരു മാറ്റങ്ങളൊക്കെ കൂടി വരുമ്പോൾ അതിൻ്റേതായ ഒരു അനുകൂല ഫലമൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. രാഹു 9-ലും കേതു 3-ലും ഒക്കെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നല്ല ഒരു ഫലത്തെയായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മിഥുനം രാശിക്കാർക്ക് ശനി നല്ല ഒരു ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വളരെ ഏറെ പരിശ്രമം നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ അതിൻ്റേതായ ഫലം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. തൊഴിൽപരമായ, അതായത് നിങ്ങൾ ചെറിയൊരു സ്ഥാപനമായിരുന്നാൽ പോലും അതൊക്കെ നല്ല മുന്നേറ്റത്തിൽ കൊണ്ടുവരാം. പക്ഷേ നിങ്ങൾ ജാമ്യപരമായ രീതിയിലൊന്നും പോയി കൈവപ്പിട്ട് പണമൊന്നും വാങ്ങാനൊന്നും പോകരുത്. അത് നിങ്ങൾക്ക് വീണ്ടും പണി കിട്ടുന്ന ഒരു സാഹചര്യമായിട്ട് മാറുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ മുന്നേറ്റത്തെ കരുതി വേണം നിങ്ങളൊക്കെ ആ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തി. എന്തായാലും 35 വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ ഒരു അനുകൂല ഫലം ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ വളരെയേറെ കരുതലോടുകൂടിയൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഒരല്പമാണെങ്കിൽ പോലും നമ്മൾ ശേഖരിച്ച് വെക്കാനുള്ള മനോഭാവം കൂടി നമ്മൾക്ക് വന്നാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയേറെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതിനായിട്ട് നിങ്ങൾ ശ്രീ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ദക്ഷിണാമൂർത്തി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വണങ്ങുക. ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ ഗുരുവാണ്. അപ്പോൾ ഗുരു പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഗുരുവിനെ വണങ്ങിയതിന് ശേഷം ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചാൽ അതിൻ്റേതായ ഒരു ഫലം കിട്ടും. തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ കുടുംബത്തിൽ യോഗീശ്വരൻ്റെയൊക്കെ സാന്നിധ്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാവും മിക്ക ആൾക്കാരും. അങ്ങനെയെങ്കിൽ കുടുംബത്തിലുള്ള യോഗീശ്വരനെ സങ്കല്പിച്ച് വീട്ടിലൊരു ദീപം തെളിച്ച് കത്തിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയേറെ നല്ല ഫലം ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ പാലിച്ചു പോകേണ്ടത്. അതുപോലെ ഈ പുണർന്ന നക്ഷത്രക്കാരും ഇതുപോലെ തന്നെയാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ മഹാദേവനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം മഹാദേവനെ പ്രാർത്ഥിച്ചിരുന്നാൽ തന്നെയും അവിടെ യോഗീശ്വരൻ്റേതായ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ കൂവളത്തിൻ്റെ മാല വാങ്ങി ചാർത്തി, ഞായറാഴ്ചകളിൽ കൂവളത്തിൻ്റെ മാല വാങ്ങി ചാർത്തി പ്രാർത്ഥിക്കണം. അത് ഈ 3 നക്ഷത്രക്കാരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ഫലം ലഭിക്കും. ഒപ്പം തന്നെ ഭസ്മാഭിഷേകമോ എന്തെങ്കിലുമൊക്കെ കൂടി ചെയ്താൽ നിങ്ങൾ കുടുംബത്തിലുള്ള യോഗീശ്വരൻ്റേതായ ഒരു അനുഗ്രഹം ലഭിക്കുകയും ഈശ്വര ചൈതന്യവും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടേതായ ആ ഒരു ചിന്താഗതികൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നിസ്സാരമായ ചില പ്രാർത്ഥനകൾ തന്നെയാണ് ഇവിടെ വേണ്ടത്. വലിയ രീതിയിലൊന്നും കൊണ്ടു കൊടുത്തോ അല്ലെങ്കിൽ വലിയ പൂജകൾ ചെയ്തോ ഒന്നും തന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഗണപതി ഭഗവാനെ മറന്നു പോകരുത്. കാരണം ഗണപതി ഭഗവാന് ഞായറാഴ്ചകളിലൊക്കെ കദളിപ്പഴം വാങ്ങി, ഒരു കദളിപ്പഴമെങ്കിലും വാങ്ങി അദ്ദേഹത്തിന് നൈവേദ്യമായി നൽകാനായ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്നത് വളരെയധികം നല്ല ഫലത്തെ ചെയ്യും. ഭക്ഷണപ്രിയനായ ഗണപതിക്ക് ഒരു കദളിപ്പഴമെങ്കിലും വാങ്ങി 1000 കദളിക്കുലയ്ക്ക് സമമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതങ്ങനെ തന്നെയായിരിക്കും സ്വീകരിക്കുകയും ചെയ്യുക. അതിൻ്റേതായ ഫലവും നിങ്ങൾക്ക് 100% ഉണ്ടാകും. അപ്പോൾ വിവാഹപരമായ തടസ്സം, തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വർഷത്തിൽ ഈ സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോൾ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അച്ഛനമ്മമാർക്കൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വളരെയേറെ കരുതലോടുകൂടി അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് പോകേണ്ടതൊക്കെയും വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ കൂടുതൽ നല്ല അറിവുകളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നല്ല ഫലമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനായിട്ട് കഴിയുക എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ആ ഒരു കാലഘട്ടം പറയുന്നതും.